നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവാണ്. ഞാനീ പറഞ്ഞ രീതിയിലുള്ള ഒരനുഭവം LDFന്റെ കാലത്തുണ്ടാകില്ലല്ലോ. LDFന്റെ മന്ത്രിസഭയുടെ ഭാഗമായും ഉണ്ടാകില്ലല്ലോ. അതാണ് പ്രത്യേകത. അഴിമതി സ്വയമേവ കുറയുന്നതല്ല. അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് കൃത്യമായ നിലപാട് വേണം. അതാണ് LDFനുള്ളത്. എല്ലാ കാര്യങ്ങളും സുതാര്യമായി നടക്കണം. ഇവിടെ 2016 മുതൽ 2021 വരെ അധികാരത്തിലിരുന്ന LDF സർക്കാരിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. ആ തുടർഭരണത്തിന്റെ പ്രത്യേകത നോക്കണം. മുൻകാലങ്ങളിൽ സംഭവിച്ചിരുന്നത് കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വന്ന കാര്യം, ഒരു ഘട്ടത്തിൽ ഒരു മുന്നണി, അടുത്ത ഘട്ടത്തിൽ വേറൊരു മുന്നണി. LDF നാടിനോട് പ്രതിബദ്ധത ഉള്ള മുന്നണി എന്ന നിലക്ക് നാടിന്റെ വികസനത്തിനാവശ്യമായ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. തൊട്ടു പിന്നാലെ UDF അധികാരത്തിൽ വരുന്നു. UDFന് മൊത്തമായ ഒരു സമീപനമുണ്ട്. അതിലുള്ള കക്ഷികൾക്ക് ചില പ്രത്യേക സമീപനങ്ങളുമുണ്ട്. എന്താ പിന്നീട് സംഭവിക്കുന്നത്? തുടർച്ച നഷ്ടപ്പെടുന്നു. വികസന കാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല. ക്ഷേമകാര്യങ്ങൾ അതേപോലെ മുന്നോട്ട് പോകുന്നില്ല. എല്ലാറ്റിലും തകർച്ച സംഭവിക്കുന്നു. അതോടൊപ്പം തങ്ങളുടെ വിഹിതം ഇങ്ങോട്ട് പോരട്ടെ എന്ന രീതിയിലുള്ള അഴിമതിയുടേതായ ഭാഗങ്ങൾ പെരുകുന്നു. ചുരുക്കത്തിൽ നാടിന്റെ പുരോഗതി തടയപ്പെടുന്നു. നേരത്തെ നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് അതേ രീതിയിൽ തുടരാതെ സ്തംഭനത്തിലും കാലത്തിനനുസൃതമായ പുരോഗതിയില്ലാതെ പുറകോട്ടടിച്ച നിലയിലേക്കും എത്തുന്നു. അടുത്ത തവണ വീണ്ടും LDF അധികാരത്തിൽ വരുന്നു. ആദ്യത്തെ 2-3 വർഷം, ഏകദേശം 3 വർഷത്തോടെ, 2 വർഷം പൂർണ്ണമായി ഈ വന്ന കേടുപാടുകൾ തീർക്കാൻ വേണ്ടി ചെലവിടണം. നേരത്തെ LDF തുടങ്ങിവെച്ച എവിടെയായിരുന്നു നിന്നത്, അവിടുന്ന് പുറകോട്ട് പോയ അവസ്ഥ പരിഹരിക്കാനും കാലാനുസൃതമായ പുരോഗതിയിലേക്ക് എത്താനും 2-3 വർഷം ചെലവിടേണ്ടി വരുന്നു. നമുക്ക് നഷ്ടപ്പെടുന്നത് ആ 2-3 വർഷമായിരുന്നു. പിന്നീടുള്ള 2 വർഷക്കാലമാണ് യഥാർത്ഥത്തിൽ നാടിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പൂർണ്ണമായി കടക്കാൻ കഴിയുക.
ഇതിന് മാറ്റം വന്നു. ജനങ്ങളുടെ അനുഭവത്തിലൂടെ അതിന് മാറ്റം വരുത്തി. LDF-ന് തുടർഭരണം സമ്മാനിച്ചു. തുടർഭരണം സമ്മാനിച്ചപ്പോ അതേ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. 2021 മെയ്യിൽ എവിടെയാണോ ഓരോ രംഗവും നിൽക്കുന്നത് അവിടെ നിന്ന് അതേ ബന്ധാവിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. അതാണ് ഈ 9 വർഷക്കാലം കാണുന്ന കേരളത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാനം എന്നത് നാം കാണണം. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ പരിപാടി LDF-ന്റെ പരിപാടിയാണ്. LDF-ന്റെ പരിപാടിയാകുമ്പോൾ LDF-ന്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവര് സാധാരണ ഉപയോഗിക്കുന്ന പതാകകളുണ്ടാവും. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ്. അത് LDF-ന്റെ പൊതുവായിട്ടുള്ളതല്ല. LDF-ന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDF-ന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇടർച്ചയില്ലാതെ തുടർച്ച വികസന കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങളെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനം LDF-ന് തുടർഭരണം സമ്മാനിക്കുക എന്നുള്ളതാണ്. ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചുകൊള്ളൂ. എത്ര വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അതിലൂടെ വ്യക്തമാകും. ഞാൻ ആ രംഗങ്ങളിലേക്ക് ആകെ പോകുന്നില്ല. കാരണം ഒരുപാട് LDF നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അപ്പോ ഒരു സംസാരം വല്ലാതെ നീണ്ടുപോയാൽ അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു.